നമസ്കാരം, എല്ലാവർക്കും ബയോമെക്കിലേക്ക് വീണ്ടും സുസ്വാഗതം. ഇനി നമ്മൾ ചെയ്യുന്നത് കൊടുങ്ങല്ലൂരാണ്. കാളീശ്വരി തിയേറ്റർ അതുപോലെ തന്നെ ശ്രീലക്ഷ്മി ഗോൾഡിൻ്റെ വൺ ഓഫ് ദി ഡയറക്ടേഴ്സായ അനിൽ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ്. അനിൽ സാറിൻ്റെ വീട്ടിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ട് ഇപ്പോൾ ഏകദേശം ഒരു 7-8 വർഷമായിട്ടുണ്ട്. ഇതിനു മുമ്പ് സജീവ് സാറിൻ്റെ വീട്ടിൽ ചെയ്ത പ്ലാന്റിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. മെയിൻ്റനൻസ് തന്നെയാണ്. ഇവിടെ നമ്മൾ ചെയ്യുന്ന മെയിൻ്റനൻസ് ആണ്. കാരണം ഇവിടെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മൾ പോട്ട് ചെയ്യുകയും അതുപോലെ ലെവലിംഗ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. ഡ്രം എടുക്കുന്നതും ഇടുന്നതായിട്ടുള്ള വീഡിയോ ഇതിൽ കൊടുക്കുന്നില്ല, കാരണം കുറച്ച് ലെങ്തി ആയതുകൊണ്ടാണ്. അപ്പോൾ എന്തായാലും വീഡിയോ സ്കിപ്പ് ചെയ്ത് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. പോകാം വീഡിയോയിൽ. ബയോമെക് ഫോട്ടോയിലിൻ്റെ മോഡലാണ് ഇവിടെ ചെയ്യുന്നത്. മെയിൻ്റനൻസ് അതിൽ നമ്മൾ കാണുന്നത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമ്മൾ വേസ്റ്റ് റിമൂവ് ചെയ്ത് പ്ലാന്റ് ഫുള്ളായിട്ട് ക്ലീൻ ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം ക്ലീൻ ചെയ്തതിന് ശേഷം നമ്മൾ ആദ്യം ടാങ്കിൽ എവിടെയെങ്കിലും ക്രാക്കുകൾ ഉണ്ടോ എന്നുള്ളത് പരിശോധിക്കും. കാരണം ഇവിടെ ഓൾറെഡി ഒരു വർക്ക് നടന്നിരുന്നു. അപ്പോൾ അതിൻ്റെ ഈ ചിപ്സൊക്കെ അതിൽ വീണിട്ട് കുറച്ച് ക്രാക്കുകൾ വന്നിരുന്നു എന്ന് കസ്റ്റമർ പറഞ്ഞിരുന്നു. അപ്പോൾ അത് നമ്മൾ ആദ്യം ചെക്ക് ചെയ്തു. അപ്പോൾ ചെക്ക് ചെയ്യുന്ന വീഡിയോ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിൽ കാണുന്ന പോലെ തന്നെ നമുക്കത് വെള്ളം ഒഴിക്കുമ്പോൾ നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടെ ലീക്ക് വരുന്നുണ്ടോ ഇല്ല എന്നുള്ളതൊക്കെ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ലെവലിംഗ് നമ്മൾ ചെയ്യും. ലെവലിംഗ് ചെയ്തതിന് ശേഷം അതിൻ്റെ ഇടയിൽ നമ്മൾ ഈ പാച്ചിങ് ചെയ്യുന്നുണ്ട്. പാച്ചിങ് എന്ന് പറഞ്ഞാൽ റീപാച്ചിങ്ങിൽ നമുക്ക് എംസിയിലോ അല്ലെങ്കിൽ മറ്റുള്ള പശകൾ വെച്ചിട്ട് ഒട്ടിക്കുമ്പോൾ നമുക്ക് ലൈഫ് കിട്ടില്ല. നമ്മൾ ഫൈബർ പാച്ച് തന്നെയാണ് ഇതിനകത്ത് ചെയ്യേണ്ടത്. ഫൈബർ പാച്ചിങ്ങിൻ്റെ അത്രയും സ്ട്രെങ്ത്ത് നമ്മൾ ചെയ്യുന്നത് ഇതൊന്നും ഒരു പശയ്ക്കും കിട്ടില്ല. നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാവും ഫൈബർ പാച്ച് ചെയ്യുന്നത്. അതേപോലെ തന്നെ നമ്മൾ ഫൈബർ പാച്ചിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു 10 മിനിറ്റ് സെറ്റിംഗ് ടൈം കൊണ്ടോ അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് സെറ്റിംഗ് ടൈം കൊണ്ടോ നേരിട്ട് നമുക്ക് ചാണകം നിറയ്ക്കാൻ പറ്റും. ചാണകം നിറയ്ക്കുന്ന വീഡിയോ എല്ലാത്തിലും കാണിക്കുന്ന പോലെ തന്നെയാണ്, വേറെ ഒരു വ്യത്യാസവും. ലെവൽ ചെയ്ത ലാൻഡിലേക്ക് പ്ലാന്റ് ഇറക്റ്റ് ചെയ്തതിന് ശേഷം ഫുള്ളായിട്ട് നമ്മൾ 1:1 റേഷ്യോയിൽ ചാണകവും വെള്ളം കൂടി മിക്സ് ചെയ്തിട്ട് ഒഴിക്കാം. അല്ലെങ്കിൽ ഞങ്ങൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന പോലെ ഒഴിക്കാം. അതിനുശേഷം നമ്മൾ ഡ്രമ്മിൽ വാൾവ് എന്തായാലും ചേഞ്ച് ചെയ്യേണ്ടി ഒരു 8 വർഷമൊന്നും വാൾവ് നിൽക്കില്ല. അപ്പോൾ വാൾവ് മാറിയ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിന് മുകളിൽ ഡ്രം ഇടുക, ആ കണക്ഷൻ കണക്ട് ചെയ്യുക. ഇത്ര മാത്രമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം. വേറെ ഇതിൽ പ്രത്യേകിച്ച് നമുക്കൊന്നും ചെയ്യാനില്ല. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ കരുതുന്നു. ഇതുപോലത്തെ മെയിൻ്റനൻസ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണുമ്പോഴേക്കും ഗുഡ് ബൈ.